നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം IPL അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണല്ലോ. നമ്മൾ പലതവണ RCBയുടെ പ്ലേ ഓഫ് സെനാരിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിപ്പോൾ മുംബൈയുടെ പ്ലേ ഓഫ് സെനാരിയോ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മുഴുവൻ ടീമുകളുടെയും നിലവിലെ പ്ലേ ഓഫ് സ്ഥിതി എന്താണ്, പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള സാധ്യത എന്താണ്, ഇനി എത്ര കളികൾ ജയിക്കണം, അതൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ 10 ടീമുകളുള്ള IPLൽ ഒരു 16 പോയിന്റെങ്കിലും നേടിയെങ്കിൽ പ്ലേ ഓഫ് സെക്യൂർഡ് ആണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞ 2 സീസണുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് താഴെ പോയാൽ സാധ്യതകളില്ല, മിക്കവാറും സാധ്യതകളില്ല. പിന്നെ 14ലൊക്കെ എത്തിയാൽ ഒരു പക്ഷേ മറ്റ് ടീമുകളുടെ റിസൾട്ടൊക്കെ മോശമാവുകയാണെങ്കിലുള്ള ചെറിയ സാധ്യത അവശേഷിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 16 പോയിൻ്റാണ് ഏറ്റവും മിനിമം വേണ്ടത് എന്ന തരത്തിൽ വേണം നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കാനും വിലയിരുത്താനും. അപ്പോൾ നിലവിലെ ഓരോ ടീമുകളുടെയും സാഹചര്യം ഒന്ന് പരിശോധിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ളത് രാജസ്ഥാൻ റോയൽസ് ആണ്. 9 കളികൾ കളിച്ചപ്പോൾ അവർ 8 വിജയിച്ചിട്ടുണ്ട്, ഒരു കളിയെ തോറ്റുള്ളൂ. അവരുടെ ടോട്ടൽ പോയിന്റ് 16 നെറ്റ് റൺ റേറ്റ് 0.694 ആണ്. രാജസ്ഥാൻ റോയൽസ് 16 പോയിന്റ് നേടിക്കഴിഞ്ഞു, അവർ ക്വാളിഫൈ ചെയ്തു എന്ന് പറയുന്നത് ശരി. ഓൾമോസ്റ്റ് ക്വാളിഫൈഡ് എന്നാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത്. കാരണം ഒഫീഷ്യലി ക്വാളിഫൈഡ് എന്ന് പറയാൻ മാത്തമാറ്റിക്കലി ചില കാര്യങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റിയലിസ്റ്റിക്കലി പറയാം അവർ ക്വാളിഫൈ ചെയ്തു. ഇനിയും അവർക്ക് കളികൾ ബാക്കിയുണ്ട്, 5 കളികൾ ബാക്കിയുണ്ട്. ആ 5 കളികൾ തോറ്റാൽ പോലും അവർ ഈ ഒരു പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യും എന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ പിന്നെ അത്രമാത്രം അത്ഭുതങ്ങൾ സംഭവിക്കണം. ദെൻ KKRന്റെ കാര്യത്തിലേക്ക് വന്നാൽ അവർ 9 കളികൾ വിജയിച്ചു, 9 കളികൾ കളിച്ചു, വിജയിച്ചു എന്നല്ല, 9 കളികൾ കളിച്ചു, 6 വിജയം 3 തോൽവി, 12 പോയിന്റാണ് അവർക്കുള്ളത്. നെറ്റ് റൺ റേറ്റ് +1.096 ആണ്. നെറ്റ് റൺ റേറ്റ് ഹെൽത്തി ആണ് എന്നുള്ളതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യം. സോ KKRന് ഇനി വേണ്ടത് അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദെയർ റിമൈനിങ് 5 ഗെയിംസ്, അടുത്ത അവരുടെ 5 മത്സരങ്ങളിൽ 2 അവർ വിജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും KKR അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. അതാണ് അവരുടെ ഒരു പ്ലേ ഓഫ് സെനാരിയോയിൽ നമുക്ക് പറയാനുള്ളത്. അതേസമയം ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 10 കളികൾ അവർ കളിച്ചിട്ട് 6 വിജയങ്ങൾ 4 തോൽവികൾ, 12 പോയിന്റ് അവർക്കുണ്ട്, +0.094 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ഉള്ളത്. അപ്പം ഓൾറെഡി അവർക്ക് 12 പോയിന്റ് ഉണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വേണ്ടത് LSG will need 2 more wins as they aim to make it 3 out of 3 in the IPL playoffs എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 സീസണുകളിലും പ്ലേ ഓഫ് കളിച്ച ടീമാണ് LSG. അപ്പം 3ാമത്തെ സീസൺ അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ വേണ്ടി ഇനി ആകെ ആവശ്യമായിട്ട് വരുന്നത് 2 കളികളുടെ കൂടി വിജയമാണ്. ഓൾറെഡി 12 പോയിന്റ് ഉണ്ട്. അവരുടെ ഇനിയുള്ള മത്സരങ്ങളിൽ 2 കളികൾ അവർക്ക് വിജയിച്ചാൽ മതി. അതേസമയം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ കാര്യത്തിൽ 9 മത്സരങ്ങൾ അവർ കളിച്ചിട്ട് 5 വിജയങ്ങൾ 4 തോൽവികൾ, 10 പോയിന്റാണ് അവർക്കുള്ളത്, +0.81 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ഉള്ളത്. അപ്പം CSKക്ക് ഓൾറെഡി 10 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വേണ്ടത് നീഡ് ടു വിൻ 3 ഓഫ് ദെയർ റിമൈനിങ് 5 ഗെയിംസ്. ഇനിയുള്ള അവരുടെ 5 കളികളിൽ 3 വിജയിച്ചാൽ അവർക്ക് മറ്റ് ആശങ്കകളില്ലാതെ പ്ലേ ഓഫിലേക്ക് കടന്നു പോകാം. അപ്പോൾ ഇത് ചിലരൊക്കെ മുംബൈയുടെ വിജയവുമായി ബന്ധപ്പെടുത്തി ആണ് CSKയുടെ നിലനിൽപ്പ് എന്നൊക്കെ തെറ്റായ രൂപത്തിൽ വിലയിരുത്തുന്നുണ്ട്. അതിലർത്ഥമൊന്നുമില്ല. കാര്യങ്ങൾ CSKയുടെ കയ്യിൽ തന്നെയാണ്. CSKക്ക് ഇനിയുള്ള 5 മത്സരങ്ങളുണ്ട്. ആ 5 മത്സരങ്ങളിൽ 3 മത്സരങ്ങളെങ്കിലും വിജയിക്കാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അടുത്തായിട്ട് നമ്മൾ നോക്കേണ്ടത് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യമാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ കാര്യത്തിൽ 9 മത്സരങ്ങൾ കളിച്ചവർക്ക് 5 വിജയങ്ങളും 4 തോൽവികളുമാണുള്ളത്. ടോട്ടൽ പോയിന്റ്സ് 10 ആണ്. നെറ്റ് റൺ റേറ്റ് +0.075 ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവർക്ക് ഇനി 5 കളികളുണ്ട്. അതിൽ 3 വിജയങ്ങൾ അവർക്കുണ്ടെങ്കിൽ, അതായത് ജസ്റ്റ് ലൈക്ക് CSK, അവർക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റും. SRH have 10 points from 9 matches, so need to win 3 of their remaining 5 games. അപ്പം അവർ ടോപ്പ് 4ലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാവും. ഇനി ഡൽഹി ക്യാപിറ്റൽസിൻ്റെ കാര്യത്തിൽ മറ്റെല്ലാവരേക്കാളും കൂടുതൽ കളികൾ കളിച്ച ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ്. 11 മത്സരങ്ങൾ കളിച്ചു, 5 വിജയങ്ങൾ 6 തോൽവികൾ, 10 പോയിന്റ് ഉണ്ട്.
നെറ്റ് റൺ റേറ്റ് -0.442 ആണ്. അപ്പോൾ ഇവിടെ പോയിന്റ് 10 ഉണ്ട് എന്ന് പറഞ്ഞാലും അവർ 11 കളി കളിച്ചിട്ടുണ്ട്. ഇനി 3 കളികളെ അവർക്ക് ബാക്കിയുള്ളൂ എന്നുള്ളതാണ്. നെറ്റ് റൺ റേറ്റ് ആകട്ടെ മൈനസുമാണ്. അപ്പോൾ ഇവർക്ക് ഇനി മുന്നോട്ട് പോകാൻ വേണ്ടത് അവരുടെ ഓൾ റിമൈനിങ് 3 മാച്ചസ് അവർ വിജയിക്കണം എന്നു മാത്രമല്ല വിത്ത് ഗുഡ് മാർജിൻ. കാരണം ഈ നെറ്റ് റൺ റേറ്റ് അവർക്ക് ശരിയാക്കി എടുക്കണം. ഒട്ടും എളുപ്പമല്ല പന്തിൻ്റെ ടീമിൻ്റെ മുന്നിലുള്ള ടാസ്ക് എന്നർത്ഥം. അടുത്തത് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. 10 കളികൾ കളിച്ചു, 4 വിജയങ്ങൾ, 6 തോൽവികൾ, 8 പോയിന്റേ ഉള്ളൂ. നെറ്റ് റൺ റേറ്റ് -1.113 ആണ്. നമുക്കറിയാം കഴിഞ്ഞ 2 സീസണുകളിൽ ഫൈനൽ കളിച്ചു, അതിന് മുമ്പത്തെ സീസൺ കിരീടം ചൂടി. അങ്ങനെയൊക്കെയുള്ള ടീമിൻ്റെ ഒരു അവസ്ഥയാണിത്. ഇനി അവർക്ക് മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമല്ല. അപ്പം അവരുടെ റിമൈനിങ് 4 മാച്ചസ് വിജയിക്കുക വേണം, മാത്രമല്ല വിത്ത് ഹ്യൂജ് മാർജിൻ ആവണം. മൈനസാണ് നെറ്റ് റൺ റേറ്റ് എന്ന കാര്യം ഓർക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം. ഇനി PBKSൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 9 കളികൾ കളിച്ചു, 3 വിജയങ്ങൾ, 6 തോൽവികൾ, 6 പോയിന്റാണ് അവർക്കുള്ളത്. നെറ്റ് റൺ റേറ്റ് -0.187 ആണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം IPLൻ്റെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. നെഗറ്റീവ് റൺ റേറ്റും ഉണ്ട് എന്നതും കൂടി നോക്കുക. അപ്പോൾ അവരുടെ റിമൈനിങ് 5 ഗെയിംസ് എല്ലാം വിജയിക്കണം വിത്ത് ഗുഡ് മാർജിൻ. എന്നിട്ട് അവർ പ്രതീക്ഷിച്ചിരിക്കുക മറ്റ് ടീമുകളുടെ റിസൾട്ട് തങ്ങൾക്ക് അനുകൂലമായിട്ട് വരുമെന്ന്. അത് മാത്രമാണ് ഇപ്പോൾ അവർക്ക് ചെയ്യാനുള്ളത്. മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യത്തിൽ അവർ 10 കളികൾ കളിച്ചിട്ടുണ്ട്, 3 വിജയം, 6 പോയിന്റേ ഉള്ളൂ, 7 കളി തോറ്റു. -0.272 ഓൾമോസ്റ്റ് പുറത്തായി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ ഉള്ള എല്ലാ കളികളും വിജയിച്ചാൽ പോലും 14 പോയിന്റുകളിലേക്ക് എത്തുകയുള്ളൂ. മാത്തമാറ്റിക്കലി എപ്പോഴും ചെറിയ സ്ലൈറ്റസ്റ്റ് ഹോപ്പൊക്കെ വെക്കാമെന്നല്ലാതെ റിയലിസ്റ്റിക്കലി കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ട്. സെയിം ആണ് RCBയുടെ കാര്യവും. 10 കളികൾ കളിച്ചിട്ട് 3 വിജയം, 7 തോൽവികൾ, 6 പോയിന്റ്, -0.415 നെറ്റ് റൺ റേറ്റിൽ ആണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് സാധ്യമല്ല എന്ന് തന്നെ വേണം കരുതാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കലി സ്ലൈറ്റസ്റ്റ് ഹോപ്പൊക്കെ ഉണ്ടാവാം, അതിൽ കാര്യമൊന്നുമില്ലാത്തതാണ്. ഇനിയുള്ള 4 കളികൾ വിജയിച്ചാൽ പോലും അവർക്ക് 14 പോയിന്റുകളിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലേ ഓഫ് സെനാരിയോ. ബാക്കി കാര്യങ്ങൾ നമ്മൾ കണ്ടറിയണം. മിക്ക ടീമുകൾക്കും സാധ്യത ഇനിയും ബാക്കിയുണ്ട്. പക്ഷെ ഒരു ടീം വിജയിക്കുമ്പോൾ മറ്റു ടീം തോൽവിയിലേക്ക് വീഴും എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ സാധ്യത അവിടെ മങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കും. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വരാം.